ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക വരട്ടിയ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ചക്ക വരട്ടിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ തരുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, ഇപ്പോൾ പഴുത്ത ചക്കയൊക്കെ ആവാറായിട്ടുണ്ടല്ലോ. അപ്പോൾ പഴുത്ത ചക്കയൊക്കെ കിട്ടിയാൽ നമുക്ക് വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചക്കയൊക്കെ വരട്ടി വെച്ചാൽ കേട്ടോ. ചക്ക വരട്ടി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പലഹാരങ്ങളും പ്രഥമനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചക്ക വരട്ടിയത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത ചക്കയായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ചക്കയൊക്കെ പറിച്ചെടുക്കുന്ന മാതിരി ഈ ചക്ക പഴുത്തും അങ്ങനെ വെട്ടി പറിച്ചെടുത്തു. അതിൻ്റെ തൊലിയും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു കേട്ടോ. എന്നിട്ട് അത് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കറിക്കൊക്കെ നുറുക്കുമല്ലോ, ഇതുപോലെ വട്ടത്തിലാണ് ഇങ്ങനെ ചക്ക ഇങ്ങനെ നുറുക്കുകയാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരട്ടാനായിട്ട് നുറുക്കുന്നത്. കറി ഉണ്ടാക്കാൻ നുറുക്കണ മാതിരി തന്നെയാണ് ചക്ക വരട്ടാനും നുറുക്കുന്നത്. ഇതാ ഇത്രയും ഇതുപോലെ ഞാൻ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ. അതിന് ശേഷം ഇതൊരു കുക്കറിലിട്ട് കൊടുക്കണം കേട്ടോ. കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വേവാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് 4 വിസിൽ കഴിഞ്ഞു. അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നു കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടോ. അത് ഞാനൊരു കുഴലുകൊണ്ടിന് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കുക്കറിൽ തന്നെ ചെറിയ ചൂടോട് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉടയ്ക്കുമ്പോൾ നമുക്ക് അടുപ്പത്ത് വേവിക്കുമ്പോൾ കുറച്ച് പ്രയാസം കുറയും. അതിന് ശേഷം അത് നല്ലപോലെ ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം. കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് എല്ലാം ഇതുപോലെ അരച്ച് കൊണ്ടുവന്നു ഒരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ. എങ്ങനെയാണ് മിക്സിയുടെ ജാറിലേക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടി. ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഒന്നടിക്കുമ്പോഴേക്കും ചക്ക മുഴുവൻ ഇങ്ങനെ അരഞ്ഞ് കിട്ടും. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചക്ക ഞാൻ വേവിച്ച ചക്ക എല്ലാം ഇതുമാതിരി മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ അരച്ച് കൊണ്ടുവന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തു. അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നല്ല ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിൽ ഉരുളി അതുപോലെയുള്ള നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വിറകടുപ്പത്ത് വേണമെങ്കിൽ വിറകടുപ്പത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിലായാലും കുഴപ്പമില്ല. അതിപ്പോൾ നമ്മുടെ സൗകര്യം പോലെയാണ്. ഞാനിപ്പോൾ ഗ്യാസിലാണ് വേവിച്ചെടുക്കുന്നത്. ഉരുളിയിലാണ് കേട്ടോ. ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കും. ഒന്നായിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴൊക്കെ ചക്ക വരട്ടൽ വേഗം കഴിയും കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ചക്ക വരട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ കാലത്ത് കുക്കറൊന്നും ഇല്ലല്ലോ. കുക്കറില്ല, മിക്സി ഇല്ല. ഇതുപോലെ നമ്മൾ വിറകടുപ്പത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചക്ക ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം വെള്ളമൊഴിച്ച് വേവിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ഇതുപോലെ ചക്ക വരട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മിക്സിയും കുക്കറൊക്കെ ആയ കാരണം നമുക്ക് പകുതി മുക്കാൽ പണി അങ്ങനെ കഴിഞ്ഞു. പണ്ടത്തെ ബുദ്ധിമുട്ട് ഇപ്പോൾ ചക്ക വരട്ടാനില്ല. ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതങ്ങനെ തിളച്ച് വേവാറാകുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അതിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ വറ്റിക്കണം. ചക്കയിലുള്ള വെള്ളമൊക്കെ അങ്ങനെ വറ്റിച്ച് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരട്ടിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ മാറി വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ ചക്ക വരട്ടിയത് കഴിക്കാനായിട്ട്. ഇതൊരുപാട് സമയം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഒരു കൊല്ലം വരെയൊക്കെ ഇത് കേടുകൂടാതെ നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ല ജാം മാതിരിയായി കേട്ടോ. അതുണ്ടോ, ഇളക്കി നല്ലൊരു പരുവായി. അതിൻ്റെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, നമുക്കിങ്ങനെ ചട്ടത്തിൽ എടുക്കുമ്പോൾ അറിയാം. അതിനെ ഇളക്കുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ വെള്ളം വറ്റിയോ വേവാറായോ എന്ന് നമുക്കത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും.
നല്ലപോലെ തിളച്ച് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടോ. അതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 കിലോ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശർക്കര പാവും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ചക്കയ്ക്ക് മധുരം കുറച്ച് കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കരയും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പലഹാരമോ പ്രഥമനൊക്കെ വെക്കുന്ന സമയത്ത് പോരായുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ശർക്കര പാനി വേറെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 കിലോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര പാനി ഒഴിച്ച് കൊടുത്തു. ആ ശർക്കര പാനിയിലെ വെള്ളം കൂടി വീണ്ടും നല്ലപോലെ വറ്റിച്ച് നമുക്ക് ഇളക്കി പാകാക്കി എടുക്കണം. എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടി പിടിക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കാനായാലും പലഹാരം ഉണ്ടാക്കാനായാലും പ്രഥമൻ ഉണ്ടാക്കാനായാലും നമുക്ക് നല്ലതല്ലേ. കുറേ കാലം ഇങ്ങനെ കേടുകൂടാതെ ഇരിക്കും. ഇതിങ്ങനെ ഒരുവിധം പാകമായി തുടങ്ങിയിട്ട് ശർക്കരയിലെ വെള്ളം വറ്റി നല്ലപോലെ വരണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരുവിധം പാകമായി. ഇങ്ങനെയാണ് കേട്ടോ ചക്ക വരട്ടുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ആ വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ ഇളക്കി ഇളക്കി വരട്ടി എടുക്കണം. നല്ലപോലെ വരട്ടി പാകമായി ഒരുവിധം പാകമായി വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു 1 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഇപ്പോൾ ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല, കുറവായാലും കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് സൗകര്യത്തിനാണ്. ഞാനൊരു 1 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടിയും ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. നെയ്യ് ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ചക്ക വരട്ടിയ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ചക്ക വരട്ടിയത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചക്ക കിട്ടിയാൽ നിങ്ങളാരും കളയരുത് കേട്ടോ. ഇങ്ങനെ ചക്ക വരട്ടിയൊക്കെ സൂക്ഷിച്ച് വെച്ചോളൂ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനായിട്ട് ബ്രെഡിൽ ജാം പരട്ടണ മാതിരി ചക്ക ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ജാം പുരട്ടി കൊടുക്കണ മാതിരി കൊടുത്തയക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ പുരട്ടി കൊടുത്തയക്കാം കേട്ടോ. നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കത് ചക്ക വരട്ടി അടയോ പായസമോ പ്രഥമനോ പലഹാരമോ ഒക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ലൊരു ടേസ്റ്റി ചക്ക വരട്ടിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.